അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു സതീഷിന്റെ പാസ്പോർട്ട് ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അരുൺ പാറാട്ട് ദുബായിൽ ചെയ്യുന്നു. അരുൺ, ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സതീഷിന്റെ ക്രൂരതകൾ തുറന്നു പറയുന്ന, അതൊക്കെ വെളിച്ചത്ത് വരുന്ന ഒരുപാട് തെളിവുകൾ പുറത്തു വന്നിരുന്നു. ഷാർജയിലാണ് ഈ ക്രൈം നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുക്കം വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഷാർജയിലെ നിയമ നടപടികൾ സംബന്ധിച്ച വിവരം എന്താണ്? ഒടുക്കം ഈ ക്രൂരത അത് ബോധ്യപ്പെട്ടതോടെ സതീഷിനെ ഉള്ള ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായും ഇന്ന് രാവിലെയാണ് കമ്പനി ഇപ്പോൾ സതീഷിനെ പിരിച്ചുവിട്ടതായിട്ടുള്ള ഒരു കത്ത് സതീഷ് നൽകിയിരിക്കുന്നത്. ഇദ്ദേഹം അതുല്യയുടെ ബന്ധുക്കൾ നൽകിയ പരാതികൾ ഒരു ഭാഗത്ത് നിലവിലുണ്ട്. നാട്ടിൽ നൽകിയ പരാതിയുണ്ട്, ഇവിടെ പോലീസിന് നൽകുന്ന പരാതിയുണ്ട്. ഈ പരാതികളെല്ലാം നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ സതീഷിന്റെ വീഡിയോകൾ വ്യാപകമായി തന്നെ പ്രചരിച്ചിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് കമ്പനി അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ദുബായിലുള്ള ജുമൈറയിൽ ഒരു സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ എഞ്ചിനീയർ ആയിട്ടായിരുന്നു സതീഷ് കഴിഞ്ഞ ഒരു വർഷമായി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഇന്ന് ഇപ്പോൾ ഇദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി ഈ അതുല്യയുടെ സഹോദരിയെ അടക്കം കമ്പനി അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ത്യൻ കോൺസുലേറ്റ് സതീഷിനെ വിളിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകാനും അതിന്റെ തുടർ നടപടികൾ ഏകോപിക്കുന്നതിന് വേണ്ടിയിട്ടും സതീഷിന്റെ ഭാഗം കേൾക്കുന്നതിനായിട്ടും ഇന്ത്യൻ കോൺസുലേറ്റ് വിളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സതീഷ് ഇന്ന് ഇന്ത്യൻ കോൺസുലേറ്റിൽ ഹാജരായേക്കില്ല എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇന്ന് അത് അവിടേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് സതീഷുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അപ്പോൾ ഇന്ന് ഇന്ത്യൻ കോൺസുലേറ്റും സതീഷും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കില്ല. അതിപ്പോൾ നാളെയോ മറ്റന്നാളോ ഉണ്ടാകുമെന്ന തരത്തിലാണ് അവർ പറയുന്നത്. എന്തായാലും ഈ അതുല്യയുടെ കുടുംബം ഇന്ന് കോൺസുലേറ്റുമായി കാണുന്നുണ്ട്. തുടർ നടപടികൾ ഏത് രീതിയിലായിരിക്കുമെന്നതിനെ സംബന്ധിച്ചിടത്തോളം അതുല്യയുടെ കുടുംബം കോൺസുലേറ്റിനെ കണ്ട ശേഷം നമുക്ക് അറിയാനാകും. അതോടൊപ്പം തന്നെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ ഇടപെടൽ നടത്തി വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അതുല്യയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ പുരോഗമിക്കുകയാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത് എപ്പോൾ വരുമെന്ന കാര്യത്തിൽ നമുക്ക് അറിവ് ലഭിച്ചിട്ടില്ല. എന്തായാലും അത് ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ എന്തായിരിക്കും ഈ ഒരു വിഷയത്തിൽ ഇനി പോലീസ് എടുക്കാൻ പോകുന്ന തീരുമാനം. എന്തെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വല്ല അസ്വാഭാവികതയും ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് പോകും. സതീഷ് കൂടുതൽ നിയമക്കുരുക്കിലേക്ക് ഇവിടെ കടക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വരാനിരിക്കുന്നുണ്ട്. എന്തായാലും സതീഷിന്റെ പാസ്പോർട്ട് പോലീസ് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വരേണ്ടതുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്ക് തന്നെ പോകുമെന്ന് തന്നെയാണ് ഇവിടെ അതുല്യയുടെ കുടുംബങ്ങളും അറിയിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ഏറെ നിർണായകമാണ്. അസ്വാഭാവികത ഉണ്ടെങ്കിൽ നിയമക്കുരുക്ക് വീണ്ടും മുറുകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ അടക്കം നമ്മൾ സതീഷിന്റെ പ്രതികരണം കണ്ടതാണ്. ഭാര്യ മരിച്ച സമയത്തും മരിച്ചതിൽ കണ്ടെത്തിയ സമയത്തും സതീഷിന് ആവലാതി സ്വന്തം ജോലിയെക്കുറിച്ചായിരുന്നു. തന്നെ പിരിച്ചുവിട്ടേക്കുമെന്ന ആശങ്കയാണ് ആ ക്രൂരൻ ആദ്യമായി പ്രകടിപ്പിച്ചത്. അങ്ങനെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു.